ഹലോ എവരിബഡി. നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം ഹൗ ടു അവോയ്ഡ് ആക്സിഡൻറ്റ്സ് ഉള്ള ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇനിയും പല പല കാര്യങ്ങൾ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു റോഡ് ക്രോസ് ചെയ്യുക, റോഡ് മുറിച്ച് കിടക്കണം. അവിടെ വേറെ ഈ സീബ്ര ക്രോസിംഗ് ഒന്നുമില്ല കേട്ടോ. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് നല്ല ട്രാഫിക്കുണ്ട് ഒരു റോഡ് എന്ന് വിചാരിക്കുക. നമ്മളെങ്ങനെ അവിടെ മുറിച്ച് കിടക്കും? സാധാരണ വാഹനങ്ങൾ എങ്ങനെയാണ്? ഇവിടുത്തെ നിയമം അനുസരിച്ച് കീപ്പ് ലെഫ്റ്റ് എന്നുള്ളൊരു നിയമമുണ്ട്. അത് എല്ലാ കോമൺവെൽത്ത് രാജ്യങ്ങളിലുമാണ് ഈ നിയമം ഉള്ളത്. കോമൺവെൽത്ത് രാജ്യങ്ങളുടെ നിയമം അനുസരിച്ച് കീപ്പ് ലെഫ്റ്റ്. കോമൺവെൽത്ത് അല്ലാത്ത രാജ്യങ്ങൾ, ഉദാഹരണം യൂറോപ്യനിലുള്ള രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ, ഇതൊന്നും കോമൺവെൽത്തിൽ പെട്ടതല്ല. കോമൺവെൽത്തിൽ പെട്ടത് ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യ, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, അല്ലെങ്കിൽ UK എന്ന് വേണമെങ്കിൽ പറയാം, പിന്നെ പാകിസ്ഥാൻ, ശ്രീലങ്ക, ഇതെല്ലാം ഈ കോമൺവെൽത്ത് രാജ്യങ്ങളിൽ പെട്ടതാണ്. കുറച്ച് ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവിടെയൊക്കെ നിയമം അനുസരിച്ച് കീപ്പ് ലെഫ്റ്റ് എന്നുള്ള ഒരു നിയമം പാലിക്കണം. മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി കഴിയുമ്പോൾ കീപ്പ് റൈറ്റാണ് അവിടെ. ഉദാഹരണത്തിന് ഏറ്റവും വേഗത കുറഞ്ഞ വാഹനങ്ങൾ, ഹെവി വാഹനങ്ങൾ, ട്രക്കുകൾ, അങ്ങനെയുള്ളതൊക്കെ എല്ലാം കീപ്പ് റൈറ്റാണ്. കോമൺവെൽത്ത് രാജ്യങ്ങൾ, ഇന്ത്യ പോലെയുള്ള ഈ രാജ്യങ്ങളിൽ കീപ്പ് ലെഫ്റ്റാണ്. പക്ഷേ നമ്മുടെ ഇവിടെ ഉള്ളൊരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമോ? കീപ്പ് ലെഫ്റ്റ് ആണെങ്കിലും ഈ ഹെവി വാഹനങ്ങളെല്ലാം കീപ്പ് ലെഫ്റ്റ് വേണമെന്നുള്ളൊരു നിയമമുണ്ട്. മറ്റ് കോമൺവെൽത്ത് അല്ലാത്ത രാജ്യങ്ങളിൽ കീപ്പ് റൈറ്റ് എന്നുള്ള ഞാൻ പറഞ്ഞല്ലോ, യൂറോപ്പ്, ഗൾഫ് രാജ്യങ്ങൾ, അമേരിക്കയൊക്കെ. അപ്പോൾ പക്ഷേ അവിടുത്തെ വാഹനങ്ങൾ കൃത്യമായിട്ടാണ്, ഈ ഹെവി വാഹനങ്ങളെല്ലാം അവർ കീപ്പ് റൈറ്റായിട്ട് തന്നെയാണ് പോകുന്നത് കേട്ടോ. എക്സ്പ്രസ് ഹൈവേയിലൊക്കെ നമ്മൾ കാണണം. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഹൈവേകളിൽ കീപ്പ് ലെഫ്റ്റ് എന്നുള്ളത് അവർ എക്സ്ട്രീം കീപ്പ് റൈറ്റിലോട്ട് പോയി നിൽക്കും. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുറകെ വരുന്ന വാഹനങ്ങൾക്ക് ഓവർടേക്ക് ചെയ്ത് പോകണമെങ്കിൽ റോങ് സൈഡിൽ കൂടെ കയറി പോകണം എന്നുള്ളൊരു വലിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ അധികാരികൾ ഇതൊന്നും നിയന്ത്രിക്കാൻ നോക്കുന്നില്ല. അവിടെ വിദേശ രാജ്യങ്ങളിൽ സാധിക്കുന്നുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങൾ ഉദ്ദേശിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ, അമേരിക്കയിലൊക്കെ ഇത് സാധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം കീപ്പ് റൈറ്റായിട്ട് അവർ പൊക്കോളും. നമ്മുടെ ഇവിടെ പക്ഷേ അങ്ങനെയല്ല. നമ്മളൊരു ഹൈവേയിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അത് അധികാരികൾ അതിനകത്ത് തീർച്ചയായിട്ടും അതിനകത്ത് ഇടപെടണം. അത് വളരെ ഗുരുതരമായ കുഴപ്പങ്ങൾ, ആക്സിഡൻസുകളൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ട് അതിനകത്ത്. അതുകൊണ്ട് ഈ പറഞ്ഞ ഹെവി വെഹിക്കിൾസ് എല്ലാം ലെറ്റ് ദം കീപ്പ് ലെഫ്റ്റ്, എക്സ്ട്രീം ലെഫ്റ്റിൽ കൂടെ പോകണം. ബാക്കി ഓവർടേക്ക് ചെയ്ത് പോകാനുള്ളവർക്കൊക്കെ 2-3 ലൈനൊക്കെ കാണുമല്ലോ. പിന്നെ ആംബുലൻസൊക്കെ വരുമ്പോൾ സാധാരണ നടുക്കത്തെ ലൈൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇടുക എന്നുള്ളതാണ്. അപ്പോൾ ആ നടുവിൽ കൂടി ആംബുലൻസും കയറി പോയിക്കോളും. ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പക്ഷേ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ഒരു ഉൾട്ട ഒരു പ്രത്യേക രീതിയാണ് ഇവിടുത്തെ നമ്മുടെ ട്രാഫിക്ക്. അതിന് നിയന്ത്രിക്കാൻ, ശരിയായിട്ടുള്ള രീതിയിൽ നിയന്ത്രിക്കാനായിട്ടുള്ള സംവിധാനങ്ങളില്ല. താനും ഉണ്ട്, പക്ഷേ അതാരും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, റോഡ് ക്രോസ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. എക്സ്പ്രസ് ഹൈവേയിലൊന്നുമല്ല കേട്ടോ. സാധാരണ റോഡുകൾ എങ്ങനെ ക്രോസ് ചെയ്യും? നമ്മൾ കീപ്പ് ലെഫ്റ്റ് എന്നുള്ള നിയമമാണല്ലോ ഇവിടെയുള്ളത്. അപ്പം നമ്മൾ ഇപ്പം ഒരു റോഡ് ക്രോസ് ചെയ്യാൻ നോക്കുമ്പം കീപ്പ് ലെഫ്റ്റ് നമ്മുടെ ഉള്ള ആ നിയമം വെച്ച് നമ്മൾ നോക്കണം. നമ്മളെപ്പോഴും നടന്നു പോകുന്നത് എപ്പോഴും റോഡിൻ്റെ വലതുവശത്തോടെ നടക്കാവൂ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് അത്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കീപ്പ് ലെഫ്റ്റ് ആയതുകൊണ്ട് മുന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ നമ്മൾ വലതുവശം ചേർന്ന് കിടക്കുമ്പോൾ കാണാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇടതുവശം ചേർന്നാണ് നടക്കുന്നെങ്കിൽ നമ്മുടെ പുറകിൽ നിന്ന് വരുന്ന വണ്ടികൾ വേണമെങ്കിൽ നമുക്കിട്ട് തട്ടാം. കാരണം നമുക്ക് കാണത്തില്ല പുറകിൽ നിന്ന് വരുന്നത്. പക്ഷേ നമ്മളിപ്പോൾ വലതുവശം ചേർന്ന് പോകുമ്പം നമ്മുടെ മുന്നേ നിന്ന് വരുന്ന കീപ്പ് ലെഫ്റ്റായിട്ട് വരുന്ന വാഹനങ്ങളെ നമുക്ക് കാണാം. നമുക്ക് ഒഴിഞ്ഞു മാറി നിൽക്കാം. അപ്പോൾ നമുക്ക് ഇടി കിട്ടാതെ നോക്കാൻ പറ്റും. അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഇനി അതെങ്ങനെ ക്രോസ് ചെയ്യുമെന്ന് നോക്കണം.
നമ്മളൊരു വഴി സൈഡിൽ നിൽക്കുന്നു, നമ്മൾ ആദ്യം വലതുവശത്തോട്ട് നോക്കുക. കാരണം ഇടതുവശം ചേർന്നല്ലേ വണ്ടി വരുന്നത്. അപ്പം വലതുവശത്തോട്ട് നോക്കുമ്പോൾ ആ വശത്ത് വണ്ടികൾ വല്ലതും ഉണ്ടെന്ന് നോക്കുന്നു, ഇല്ല. നമ്മൾ അപ്പോൾ എന്നിട്ട് ഇടത്ത് വശത്തോട്ട് നോക്കുമ്പം മറുവശത്തു നിന്ന് വരുന്ന വണ്ടികൾ നമുക്ക് കാണാൻ പറ്റും ഉണ്ടെങ്കിൽ. ഇത് രണ്ടുപേരും നമുക്ക് ക്രോസ് ചെയ്ത് പോകാം. അപ്പം ഈ രണ്ട് വശത്തുനിന്ന് വണ്ടികളില്ലെങ്കിൽ മാത്രമേ നമ്മൾ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അപകടങ്ങൾ നമ്മൾ വരുത്തി വെക്കുക ചെയ്യുന്ന വാസ്തവത്തിൽ. പ്രായമുള്ളവർ, പിന്നെ സ്ത്രീകൾ, കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ളവരൊക്കെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ സീബ്ര ക്രോസിങ് ഉള്ളിടത്ത് അവിടെ തന്നെ ക്രോസ് ചെയ്യാവുള്ളൂ. പക്ഷേ അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇന്ത്യയിലത്തെ അവസ്ഥയിൽ അത് സേഫല്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പരാമർശിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ അത് വളരെയധികം പ്രാധാന്യം നിറഞ്ഞ ഒരു കാര്യമാണ്. ഈ നമ്മൾ ആക്സിഡൻറ്റ്, ഹൗ ടു അവോയ്ഡ് ആക്സിഡൻറ്റ്സ് എന്നുള്ള ഒരു ഹെഡിങ്ങോടുകൂടി ഞാൻ എൻ്റെ മിസ്ലേനിയസ് ഇതിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് 2-3 വിഭാഗങ്ങളുണ്ട്. ഞാൻ ജർമ്മൻ പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിനെ കുറിച്ച് ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിപ്പുണ്ട്. അതിൻ്റെ കൂടെയാണ് ഈ മിസ്ലേനിയസ് ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒറ്റ ചാനലിലാണ് ഡോക്ടർ TC's പ്രൊഡക്ഷൻ എന്നുള്ള അല്ലെ ഡോക്ടർ TC's ക്രിയേഷൻസ് എന്നിട്ടാലും നിങ്ങൾക്കത് ഇമെയിലിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ അത് നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പം എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉണ്ട്. എനിക്ക് വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ആ സബ്സ്ക്രൈബർ ബട്ടണിലൊന്ന് ഞെക്കിയേക്കുക. പിന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ഐക്കണുണ്ട്, അതിനോട് ഞെക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോകൾക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിക്കൊണ്ടിരിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ പിന്നെ യൂട്യൂബിൽ വരും, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് അങ്ങനെ ഒന്ന് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കഴിവുള്ളത്തോളം ഇങ്ങനെയുള്ള ഇതൊക്കെ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഉപകാരപ്രദമാണ്. അതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അപ്പോൾ അത് നല്ലൊരു കവറേജ് വരും അന്നേരം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഈ റോഡ് ക്രോസ് ചെയ്യുന്നതിനെക്കുറിച്ചും ഉള്ള കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായിട്ടും ഇവിടെ പറയാനിരുന്നത്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം നമ്മൾ നടക്കുമ്പോൾ എപ്പോഴും റോഡിൻ്റെ വലതുഭാഗം ചേർന്ന് നടക്കുക. പക്ഷെ പലരും അത് പാലിക്കുന്നില്ല ഈ നാട്ടിൽ. നമ്മളിങ്ങനെ നടന്ന് ചെല്ലുമ്പം പിന്നെ എതിര് വശത്തുന്ന അതേ സൈഡിൽ നിന്ന് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം അവർക്ക് ഇതൊക്കെ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്നതാണെന്നേ. വിദേശ രാജ്യങ്ങളിലത് അവർ സ്കൂളുകളിലത് വിളിച്ച് അത് ഇവിടെ ഉണ്ടത്, പക്ഷേ അത് കാര്യമായിട്ടൊന്നും ഇല്ല. വിദേശ രാജ്യങ്ങളിൽ അവർ കംപ്ലീറ്റ് ആ റോഡുകളെല്ലാം ബ്ലോക്ക് ചെയ്ത് അവർ ഈ കുട്ടികൾക്ക് വേണ്ടുന്ന ക്ലാസ് എടുക്കും. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഓഫീസേഴ്സൊക്കെ വരും. അങ്ങനെ അവർ ക്ലാസ് എടുത്ത് പഠിപ്പിക്കുകയാണ് കുട്ടികളെ ട്രാഫിക് റൂൾസ് എന്താണെന്നുള്ളത്. അത് നമ്മൾ ബേസിക്കായിട്ട് പഠിക്കണം. അങ്ങനെയാണെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റൊന്നും ഒരു ബുദ്ധിമുട്ട് കൂടാതെ നമുക്ക് ജയിക്കാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ അധികാരികളും ഇവിടുത്തെ എല്ലാവരും IAS IPS ഒക്കെ എല്ലാവരും ഉണ്ട് കാര്യം. പക്ഷേ വലിയ സ്കൂളുകളും, ഞാനും ഒരു അധ്യാപകനാണ്. ഞാനൊരു കോളേജിൻ്റെ പിന്നെ പ്രധാന അധ്യാപകനായിട്ടിരുന്ന ആളാണ്. അപ്പം നമുക്ക് പല കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കാം ഈ കുട്ടികൾക്ക്. നമ്മൾ ചെയ്യാൻ നോക്കണം, എങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ശരിയായിട്ട് വരുള്ളൂ. ഏതായാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളത് പ്രത്യേകമായിട്ട് ഓർക്കണം കേട്ടോ. നിങ്ങളുടെ കുട്ടികളെയൊക്കെ ഇത് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ അവർക്കും ഒരു നല്ല അറിവുണ്ടാകും. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.